മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു മരണം. കൂത്തുപറമ്പ് കൈതേരിയിൽ കാൽവഴുതി വെള്ളച്ചാലിൽ വീണ് കലാശപ്പറമ്പത്ത് അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി കെ.ഒ. ശശിധരൻ ചേരുന്നു. ശശിധരൻ, ജില്ലയിൽ മഴയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? ഇന്നൊരു മരണം ദൗർഭാഗ്യകരമായി ഉണ്ടായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനന്തു, മഴയുടെ ശക്തി ഇന്ന് കുറവാണ് എങ്കിലും മഴക്കെടുതിയുടെ തീവ്രത കൂടുതലാണ്. കൂത്തുപറമ്പ് കൈതേരിയിലാണ് കാൽവഴുതി വെള്ളച്ചാൽ വീണ് അപ്പു എന്ന രാരിഷ് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം മഴ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കാണാതായിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നീന്തൽ പരിശീലകൻ രാജേഷ് എന്നയാളും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴയിൽ വീണ ഇരിട്ടി മണത്തണ കൊട്ടഞ്ചുരത്തെ VP ഹനീഫ എന്നിവരെയുമാണ് കാണാതായിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ ഭാഗം മന്ത്രി സണ്ണി ജോസഫ് വൈകിട്ട് സന്ദർശിക്കുകയുണ്ടായി. അതിനിടെ കണ്ണൂർ മാനന്തവാടി റൂട്ടിലെ പേരിയ നെടുമ്പുയിൽ റോഡിലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഗതാഗതം ഇവിടെ തടസ്സപ്പെട്ടു. മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാനന്തവാടി പാൽച്ചുരം കൊട്ടിയൂർ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വാഹനങ്ങളൊക്കെ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ പേരിയ നെടുമ്പൊയിൽ വഴിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഇപ്പോഴും മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട് കിടക്കുന്നത്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചന്ദനക്കാമ്പാറ ആനയടി പാലം, അതുപോലെ തന്നെ മുഞ്ഞാരിക്കുളം ആലുംചൂട് പാറയിൽ പാലം എന്നിവ തകർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായിട്ടും 54 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കാലവർഷക്കെടുതി 32 വില്ലേജുകളാണ് ജില്ലയിൽ കൂടുതലായും ബാധിച്ചിട്ടുള്ളത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കമുണ്ടായി. പ്രധാനമായും ശ്രീകണ്ഠപുരം ചെങ്ങളായി ഭാഗത്ത് വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ദുരിതവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് 905 പേരാണ് ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ ശക്തി കുറയുകയാണെങ്കിൽ ദുരിതം കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദേശവാസികളെല്ലാവരും. അനന്ത്, ശശിധരൻ, കഴിഞ്ഞ ദിവസം ശശിധരൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പലയിടത്തും ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. റോഡെല്ലാം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് മഴ ഒരല്പം കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വെള്ളക്കെട്ടുകളിൽ ഒരു കുറവുണ്ടോ? വെള്ളം കുറയുന്ന അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ മഴയുടെ തീവ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ചെറുപുഴ, അതോടൊപ്പം തന്നെ ശ്രീകണ്ഠപുരം, ചെങ്ങളായി, അതോടൊപ്പം തന്നെ വയത്തൂർ, ഉളിക്കൽ പഞ്ചായത്തിലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പാലം തകർന്നും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിനെ തുടർന്ന് 5 ഇടങ്ങളിലാണ് ജില്ലയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗതത്തിന് നേരിയ തോതിലെ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും ഭാഗികമായി ഗതാഗതം പലയിടത്തും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ശരി, വ്യക്തമാണ്. മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഒരു മരണമാണ് ഉണ്ടായത്. അതോടൊപ്പം പലയിടങ്ങളിലും ഇന്ന് മഴയിൽ ശമനമുണ്ട്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നതിൽ കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ.ഒ. ശശിധരനാണ് വിശദാംശങ്ങൾ നൽകി.